ഒരു ഉത്സവ പറമ്പിൽ ഒരു ബലൂൺ വിൽപ്പനക്കാരൻ തൻ്റെ ബലൂണുകളുമായി എത്തി. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്ന് ബലൂണുകൾ വാങ്ങി. പിന്നെ വിൽപ്പന അങ്ങ് നടക്കുന്നില്ല. അപ്പോൾ അയാൾ ഒരു ബലൂൺ എടുത്ത് അതിൽ ഹീലിയം നിറച്ച് മുകളിലേക്ക് പറത്തി. ഇത് കണ്ട് കുറച്ച് കുട്ടികൾ ഓടിക്കൂടി അങ്ങനെ ബലൂണുകൾ വാങ്ങി. അങ്ങനെ വിൽപ്പന കുറയുന്നു എന്ന് കാണുമ്പോഴൊക്കെ അയാൾ ഓരോ ബലൂൺ എടുത്ത് ഇതേപോലെ ഹീലിയം നിറച്ച് മുകളിലേക്ക് പറത്താൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു കുട്ടി അടുത്തുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലുണ്ട് ബലൂൺ. അവൻ വന്ന് ചോദിച്ചു, ചേട്ടാ ഈ ബലൂണുകളെല്ലാം മുകളിലേക്ക് പറക്കുമോ? ആ, പറക്കുമല്ലോ. ഒരു ചെറിയ ബലൂൺ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് പറക്കുമോ? ആ, ഇതും പറക്കുമല്ലോ. ഒരു പുള്ളിയുള്ള ബലൂൺ കാണിച്ചിട്ട് ചോദിച്ചു, ഇത് പറക്കുമോ? ഇതും പറക്കും. അപ്പോൾ ഇതെല്ലാ ബലൂണുകളും ഇങ്ങനെ പറക്കും എന്നവന് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ബലൂൺ വിൽപ്പനക്കാരൻ പറഞ്ഞു, കുട്ടി, ഈ ബലൂണുകളുടെ വലിപ്പച്ചെറുപ്പമോ ബാഹ്യരൂപമോ നിറവ്യത്യാസമോ അതൊന്നുമല്ല അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന ഹീലിയമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്, പറത്തുന്നത്. കുട്ടികളെ, നമ്മളും ഇങ്ങനെയാണ്. നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന നമ്മുടെ കഠിനമായ ആഗ്രഹം, അഭിവാഞ്ച, പരിശ്രമം, അതൊക്കെയാണ് നമ്മളെ മുകളിലേക്ക് ഉയർത്തുന്നത്. നമ്മുടെ ബാഹ്യരൂപമോ പരിമിതികളോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ആ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആഗ്രഹവും ആ പരിശ്രമവും അതാണ് നമ്മളെ മുകളിലേക്ക് ഉയർത്തുന്നത്. നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മളിന്ന് 10ാം ക്ലാസ്സിൻ്റെ മാത്സ് 1ാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് ദ 8th ടേം ഈസ് 35. വാട്ട് ഈസ് ഇറ്റ്സ് 13th ടേം? വാട്ട് ഈസ് ഇറ്റ്സ് 23rd ടേം? ഒരു സമാന്തര ശ്രേണിയിലെ 3ാം പദം 15ഉം 8ാം പദം 35ഉമാണ്. ശ്രേണിയിലെ 13ാം പദം എന്താണ്? ശ്രേണിയിലെ 23ാം പദം എന്താണ്? നമുക്ക് ശ്രേണിയുടെ 3ാം പദം 15, 8ാം പദം 35 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3, 4, 5, 6, 7, 8 അതിലെ 3ാം പദമാണ് 15, 8ാം പദമാണ് 35. അപ്പോൾ 15 എന്ന പദത്തിൻ്റെ സ്ഥാനമാണ് 3, 35 എന്ന പദത്തിൻ്റെ സ്ഥാനമാണ് 8. അപ്പോൾ ഇവിടെ സ്ഥാനത്തിന് എന്ത് മാറ്റം വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് പൊതുവ്യത്യാസം കാണാനായിട്ട്. അതായത് ഓരോ സ്ഥാനം മാറുമ്പോഴും ഓരോ പൊതുവ്യത്യാസമാണ് കൂടുന്നത്. അപ്പോൾ ആകെ അവിടെ എത്ര സ്ഥാനമാറ്റം വന്നു, എത്ര പൊതുവ്യത്യാസം കൂടി എന്നറിയാൻ ഈ സ്ഥാനവിലയുടെ വ്യത്യാസം, സ്ഥാനമാറ്റം കണ്ടാൽ മതി എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. അതായത് 8 - 3 സമം 5 മാറ്റാണ് വന്നിരിക്കുന്നത്. അതായത് 5 പൊതുവ്യത്യാസമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ 5 പൊതുവ്യത്യാസം നമ്മൾ ഈ 15ൻ്റെ കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 35 കിട്ടുന്നത്. ഇവിടെ 1, 2, 3, 4, 5 5 സ്ഥാനമാറ്റം വന്നപ്പോൾ ഇവിടെ സംഖ്യയ്ക്കും ഓരോ മാറ്റം വരുന്നുണ്ട്. ഓരോ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴും ഓരോ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റമാണ് 15ൽ നിന്ന് 35ലേക്കുള്ള മാറ്റം. അത് എത്രയുണ്ടെന്ന് അറിയാൻ 35 - 15 സമം 20. അപ്പോൾ 5 മാറ്റം, 5 പൊതുവ്യത്യാസമാണ് 20. 5D എന്ന് പറയുന്നതാണ് 20. അതിൽ നിന്ന് D സമം 20/5 സമം 4. അങ്ങനെ പൊതുവ്യത്യാസം നമുക്ക് 4 എന്ന് കിട്ടും. ഇത് നമുക്കൊരു ഫോർമുലയുടെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇതിനെ സ്ഥാനമാറ്റം ഇൻറ്റു D എന്ന് പറയുന്നതാണ് പദമാറ്റം. ഈ സ്ഥാനത്തിൻ്റെ മാറ്റം ഇൻറ്റു D ആണ് ഈ പദത്തിന് വന്നിട്ടുള്ള മാറ്റം. അതായത് D സമം പദമാറ്റം ബൈ സ്ഥാനമാറ്റം. സ്ഥാനമാറ്റം എന്നുള്ളത് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു D സമം പദമാറ്റം എന്നുള്ളത് ടേം ഡിഫറൻസ്. അപ്പോൾ D ഈക്വൽസ് പദമാറ്റം എന്നുള്ളത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഇത് നമുക്ക് D കാണാനുള്ളൊരു ഫോർമുലയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടാലും മതി. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ 3ാം പദം 15, 8ാം പദം 35. അപ്പോൾ ഇതിൽ നിന്ന് D എങ്ങനെ കാണാം? D സമം 3ാം പദം 15, 8ാം പദം 35.
ഇതിൽ 3, 8 എന്ന് പറയുന്നതാണ് പദങ്ങളുടെ സ്ഥാനങ്ങൾ. പദങ്ങൾ എന്ന് പറയുന്നത് 15, 35. അപ്പോൾ പദമാറ്റം 15-ൽ നിന്ന് 35-ലേക്കാണ് മാറിയത്. അപ്പോൾ പദമാറ്റം എന്ന് പറഞ്ഞാൽ 35 മൈനസ് 15 ബൈ 3-ൽ നിന്ന് 8-ലേക്കാണ് മാറിയത്. അപ്പോൾ സ്ഥാനത്തിൻ്റെ മാറ്റം 8 മൈനസ് 3 സമം 35 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 20, 8 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 സമം 4. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഫോർമുലയിൽ നേരിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. ഇനി ശ്രേണിയിലെ 13-ാം പദം കാണാം. 13-ാം പദം നമുക്ക് ഒന്നുകിൽ 3-ാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടി 13-ലേക്ക് എത്താം, അല്ലെങ്കിൽ 8-ാം പദത്തിൻ്റെ കൂടെ കൂട്ടിയിട്ടും 13-ാം പദത്തിലേക്ക് എത്താം. 3-ൽ നിന്ന് 13-ലേക്ക് മാറുമ്പോൾ അവിടെ എത്ര പൊതുവ്യത്യാസമാണ് വരിക? 13 മൈനസ് 3 സമം 10 പൊതുവ്യത്യാസമാണ് വരിക. അപ്പോൾ ഈ 10 പൊതുവ്യത്യാസം കൂട്ടുന്നതായിരിക്കും നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ 8-ാം പദത്തിൽ നിന്ന് 13-ലേക്ക് മാറുമ്പോൾ എത്ര മാറ്റമാണ് വരുന്നത്? 13 മൈനസ് 8 സമം 5. നമുക്ക് 10ൻ്റെ ക്രിയകൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് 3-ാം പദത്തിൻ്റെ കൂടെ കൂട്ടാം. 13-ാം പദം സമം 3-ാം പദം പ്ലസ് എത്ര പൊതുവ്യത്യാസം അപ്പോൾ വരിക? 10 പൊതുവ്യത്യാസം സമം 3-ാം പദം 15 ആണ്, പ്ലസ് 10 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 4 സമം 15 പ്ലസ് 10 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 40 സമം 55. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 55 ആണ്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിരിക്കുന്നത് ശ്രേണിയിലെ 23-ാം പദം. 23-ാം പദം. അപ്പോൾ 23-ാം പദവും നമുക്ക് 3-ാം പദത്തിൽ നിന്ന് 23-ലേക്കുള്ള മാറ്റം 23 മൈനസ് 3 സമം 20. ഇനി 8-ൽ നിന്നാണ് നമ്മൾ കൂട്ടുന്നതെങ്കിലോ 8-ാം പദത്തിൽ നിന്ന് 23-ാം പദത്തിലേക്കുള്ള മാറ്റം 23 മൈനസ് 8 സമം 15. ഇവിടെയും ഈ 20 കൊണ്ടുള്ള ക്രിയ ആയിരിക്കും ഈ 0 വരുന്നത് കൊണ്ട് നമുക്ക് എളുപ്പം. അപ്പോൾ നമുക്ക് 3-ാം പദത്തിൻ്റെ കൂടെ തന്നെ പൊതുവ്യത്യാസം കൂട്ടി 23-ാം പദം കാണാം. അങ്ങനെയാണെങ്കിൽ 23-ാം പദം സമം 3-ാം പദം പ്ലസ് എത്ര പൊതുവ്യത്യാസം വരും? 3-ാം പദത്തിൻ്റെ കൂടെ 23-ാം പദത്തിലേക്ക് എത്തണമെങ്കിൽ 23 മൈനസ് 3 പൊതുവ്യത്യാസം, അതായത് 20 പൊതുവ്യത്യാസമാണ് വരിക. 20 ഇൻറ്റു ഡി സമം 3-ാം പദം 15 ആണ്. 20 ഇൻറ്റു ഡി 4 സമം 15 പ്ലസ് 80 സമം 80ഉം 15ഉം 95. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The fifth term of an arithmetic sequence is 21 and ninth term is 41. What is its first term? What is its third term? ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 21ഉം 9-ാം പദം 41ഉമാണ്. ശ്രേണിയിലെ ആദ്യ പദം എന്താണ്? ശ്രേണിയിലെ 3-ാം പദം എന്താണ്? 5-ാം പദം 21, 9-ാം പദം 41 ഇവയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ശ്രേണിയിലെ ആദ്യത്തെ പദം കാണണം. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് നമുക്ക് കാണണം. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞു. പദമാറ്റം ബൈ സ്ഥാനമാറ്റം. ഇതിൽ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 5ഉം 9ഉം ആണ്. 21, 41 ആണ് പദങ്ങൾ. അപ്പോൾ പദമാറ്റം എന്ന് പറയുന്നത് 21-ൽ നിന്ന് 41-ലേക്കുള്ള മാറ്റം, അത് 41 മൈനസ് 21 ബൈ സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ 5-ൽ നിന്ന് 9-ലേക്ക്, അപ്പോൾ 9 മൈനസ് 5 സമം 41 മൈനസ് 21 എന്ന് പറയുമ്പോൾ 20, 9 മൈനസ് 5 4 സമം 5. അപ്പോൾ ഡി സമം നമുക്ക് 5 എന്ന് കിട്ടി. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ശ്രേണിയിലെ ആദ്യ പദം എന്താണ്? അപ്പോൾ 5-ാം പദമാണ് നമുക്ക് 21 തന്നിരിക്കുന്നത്. ആദ്യ പദം കാണണമെങ്കിൽ 5-ാം പദമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് 1-ാം പദമാണ് കാണേണ്ടത്. അപ്പോൾ 5-ൽ നിന്ന് 1-ലേക്കുള്ള മാറ്റം 5 മൈനസ് 1 സമം 4. 4 പൊതുവ്യത്യാസമാണ് അവിടെ മാറ്റം വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5-ൽ നിന്ന് മുന്നിലേക്കാണ് സ്ഥാനമാറ്റമെങ്കിൽ നമ്മൾ പൊതുവ്യത്യാസം കൂട്ടുകയാണ് ചെയ്യുക. പക്ഷെ 5-ൽ നിന്ന് പിന്നിലേക്ക് ആവുമ്പോൾ അത്രയും പൊതുവ്യത്യാസം നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 1-ാം പദം സമം 5-ാം പദം മൈനസ് 4 പൊതുവ്യത്യാസം.
അഞ്ചാമത്തെ പദമാണ് തന്നിരിക്കുന്നത്, ഒന്നാമത്തെ പദമാണ് കാണേണ്ടത്. അപ്പോൾ ഇവയുടെ സ്ഥാനമാറ്റം 5 - 1 4 പൊതുവ്യത്യാസമാണ് സ്ഥാനമാറ്റം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം 5ൽ നിന്ന് മുന്നിലേക്കാണ് സ്ഥാനമാറ്റമെങ്കിൽ നമ്മൾ ഈ 4 പൊതുവ്യത്യാസം കൂട്ടുകയാണ് ചെയ്യുക. പക്ഷേ 5ാം സ്ഥാനത്തിൽ നിന്ന് പിന്നിലേക്കുള്ള 1ാം സ്ഥാനത്തെയാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് പിന്നിലേക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ 4 പൊതുവ്യത്യാസം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1ാം പദം കാണാൻ 5ാം പദത്തിൽ നിന്ന് 4 പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പോൾ സമം 5ാം പദം എന്ന് പറയുന്നത് 21 മൈനസ് 4 ഇൻറ്റു പൊതുവ്യത്യാസം നമ്മൾ കണ്ടിട്ടുണ്ട് 5 സമം 21 മൈനസ് 4 ഇൻറ്റു 5 20 സമം 1. അപ്പോൾ ഒന്നാമത്തെ പദം 1. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ശ്രേണിയിലെ 3ാം പദം എന്താണ്? അപ്പോൾ 1ാം പദം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3ാം പദം സമം നമുക്ക് 1ാം പദം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 3ാം പദം കിട്ടും. അപ്പോൾ 1ാം പദം പ്ലസ് 2 പൊതുവ്യത്യാസം. 1ാം പദം 1 ആണ്, പ്ലസ് 2 ഇൻറ്റു പൊതുവ്യത്യാസം 5 ആണ്, സമം 1 പ്ലസ് 10 സമം 11. തേർഡ് ക്വസ്റ്റ്യൻ, the fourth term of an arithmetic sequence is 61 and the seventh term is 31. What is its 10th term? What is its first term? ഒരു സമാന്തര ശ്രേണിയിലെ 4ാം പദം 61ഉം 7ാം പദം 31ഉമാണ്. ശ്രേണിയിലെ 10ാം പദം എന്താണ്? ശ്രേണിയിലെ ആദ്യ പദം എന്താണ്? അപ്പോൾ 4ാം പദം 61, 7ാം പദം 31. ശ്രേണിയിലെ 10ാം പദം എന്താണ്? അപ്പോൾ ആദ്യം നമുക്ക് പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം D സമം പദമാറ്റം ബൈ സ്ഥാനമാറ്റം. അപ്പോൾ ഇതാണ് സ്ഥാനങ്ങൾ, ഇതാണ് പദങ്ങൾ. പദങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം 61ൽ നിന്ന് 31ലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ 31 മൈനസ് 61 ബൈ സ്ഥാനമാറ്റം 4ൽ നിന്ന് 7ലേക്കാണ്. അപ്പോൾ 7 മൈനസ് 4. അപ്പോൾ ഇത് സമം, ഇപ്പോൾ 31 മൈനസ് 61 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടണം. അപ്പോൾ 61 മൈനസ് 31 മൈനസ് 30, 7 മൈനസ് 4 3 സമം ഈ 3 30 മൈനസ് 10. അപ്പോൾ ഡി സമം നെഗറ്റീവ് 10 ആണ്, ന്യൂനം 10 ആണ്. ശ്രേണിയിലെ 10ാം പദം എന്താണ്? 10ാം പദം കാണാൻ 7ാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം എത്ര കൂട്ടണം എന്ന് നമുക്ക് നോക്കാം. 7ൽ നിന്ന് 10ലേക്ക് മാറുമ്പോൾ സ്ഥാനം മാറുമ്പോൾ 10 മൈനസ് 7 സമം 3 പൊതുവ്യത്യാസമാണ് കൂട്ടേണ്ടത്. അപ്പോൾ 10ാം പദം സമം 7ാം പദം പ്ലസ് 3 പൊതുവ്യത്യാസം സമം 7ാം പദം 31 ആണ്, പ്ലസ് 3 പൊതുവ്യത്യാസം 3 ഇൻറ്റു മൈനസ് 10 ആണ്, സമം 31. 1 നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് 3 ഇൻറ്റു 10 30 സമം 1. ശ്രേണിയിലെ ആദ്യ പദം എന്താണ്? ആദ്യ പദമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 4ാം പദമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 4ൽ നിന്ന് 1ലേക്ക്. അപ്പോൾ ഇവയുടെ സ്ഥാനമാറ്റം നമുക്കിവിടെ 3 ആണ്. 3 പൊതുവ്യത്യാസമാണ് ഉള്ളതെന്നറിയാം. പക്ഷേ ആദ്യ പദം എന്ന് പറയുമ്പോൾ 4ാം പദത്തിൽ നിന്ന് പിന്നിലേക്കാണ് പോണത്. 4ാം പദത്തിൽ നിന്ന് പിന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പോൾ ആദ്യ പദം സമം 4ാം പദം മൈനസ് 3 പൊതുവ്യത്യാസം സമം 4ാം പദം 61 ആണ്, മൈനസ് 3 ഇൻറ്റു ഒരു പൊതുവ്യത്യാസം മൈനസ് 10 ആണ്, സമം 61. 2 മൈനസ് 2 നെഗറ്റീവുകളാവുമ്പോൾ പ്ലസ് ആവും. 3 ഇൻറ്റു 10 30 സമം 91. ഫോർത്ത് ക്വസ്റ്റ്യൻ, the fifth term of an arithmetic sequence is 10 and the 10th term is 5. What is its 15th term? What is its 25th term? ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 10ഉം 10ാം പദം 5ഉമാണ്. ശ്രേണിയിലെ 15ാം പദം എന്താണ്? ശ്രേണിയിലെ 25ാം പദം എന്താണ്? അപ്പോൾ നമുക്ക് ഡി സമം പദമാറ്റം ബൈ സ്ഥാനമാറ്റം. അപ്പോൾ സ്ഥാനങ്ങൾ 5ഉം 10 ആണ്, പദങ്ങൾ 10ഉം 5ആണ്. പദമാറ്റം 10ൽ നിന്ന് 5ലേക്ക്. അപ്പോൾ 5 മൈനസ് 10 ബൈ സ്ഥാനമാറ്റം
5ൽ നിന്ന് 10ലേക്ക്. അപ്പോൾ 10 മൈനസ് 5. 5 മൈനസ് 10, 10 മൈനസ് 5 അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 5 മൈനസ് 10 എന്ന് പറഞ്ഞാൽ -5, 10 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 5 സമം -1. ഡി സമം -1. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ അതിൻ്റെ പൊതുവ്യത്യാസം -1 ആയിരിക്കും. അതായത് പദമാറ്റം സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 5 മൈനസ് 10, 10 മൈനസ് 5. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സൈനിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എപ്പോഴും ഒരു -1 ആയിരിക്കും. പൊതുവ്യത്യാസം -1 ആയിരിക്കും. ശ്രേണിയിലെ 15ാം പദം എന്താണ്? അപ്പോൾ നമുക്ക് 15ാം പദം ആദ്യം കാണാം. നമുക്ക് 5ാം പദവും 10ാം പദവും തന്നിട്ടുണ്ട്. അപ്പോൾ 10ാം പദത്തിൽ നിന്ന് 15ാം പദത്തിലേക്കുള്ള മാറ്റത്തിൽ 15 മൈനസ് 10 സമം 5 മാറ്റാണുള്ളത്. 5 പൊതുവ്യത്യാസമാണുള്ളത്. 15ാം പദം സമം 10ാം പദം പ്ലസ് 5 പൊതുവ്യത്യാസം സമം 10ാം പദം 5 ആണ്. പ്ലസ് 5 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു -1 സമം 5. 1 നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ -5 സമം 0. ഇതിലെ സബ് ക്വസ്റ്റ്യൻ 2 ശ്രേണിയിലെ 25ാം പദം. 25ാം പദം നമ്മൾ 15ാം പദം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 15ൽ നിന്ന് 25ലേക്കുള്ളത് നോക്കിയാൽ മതി. 25 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 10 പൊതുവ്യത്യാസം. അപ്പോൾ 25ാം പദം സമം 15ാം പദം പ്ലസ് 10 പൊതുവ്യത്യാസം സമം 15ാം പദം നമ്മൾ 0 കണ്ടുവച്ചിട്ടുണ്ട്. 10 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു -1 സമം -10. കുട്ടികളെ, 4ാമത്തെ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സ്റ്റേ പോസിറ്റീവ്. താങ്ക്